അമ്പലത്തിൽ വെച്ച് അവനെയും അവളുടെ ചേച്ചിയും ചെയ്തത് എന്താണെന്നറിയോ? പക്ഷെ നിങ്ങൾക്ക് നല്ല മനസ്സാ. നിങ്ങളിവരോട് ക്ഷമിച്ച് സ്വീകരിക്കുമെന്നാണ് എന്റെ വിശ്വാസം. എന്റെ മരുമകളായിട്ട് വിളംബരം നടത്തുമായിരുന്നു. ഇപ്പോ ഇവരെ ഞാൻ ഇവിടെ നിന്നും പുറത്താക്കിയ നാട്ടുകാരെല്ലാവരും എന്നെ പറയും. അവരെനിക്കെതിരെ സംസാരിക്കും. ഇവര് കാരണം ചീത്തപ്പേരുണ്ടാക്കാൻ എനിക്ക് താല്പര്യമില്ല. അതുകൊണ്ട് ഇവര് വീട്ടിൽ നിൽക്കട്ടെ. ഇവര് വീട്ടിൽ നിന്നാ നമുക്ക് ഇവരോട് മുമ്പത്തെ പോലെ ഫ്രീ ആയിട്ട് പെരുമാറാൻ പറ്റുമോ അമ്മേ? നമ്മൾ ഇവരോട് മുമ്പത്തെ പോലെ പെരുമാറരുത്. എനിക്ക് മനസ്സിലായില്ല അമ്മേ. അവരെ ഇനി നമ്മുടെ കൂട്ടത്തിൽ പെടുത്തരുത്. നമ്മളോട് അടുക്കാൻ സമ്മതിക്കുകയും ചെയ്യരുത്. അവരും നമ്മളും തമ്മിൽ ഇനി യാതൊരു ബന്ധവുമില്ല. അവർക്ക് വേറെ വഴി, നമുക്ക് വേറെ വഴി. അവർക്കിനി അവരുടെ ആഘോഷങ്ങള്, നമുക്കിനി നമ്മുടേതും. അവരുടെ സുഖദുഃഖങ്ങൾ അവരുടെ, നമ്മുടെ സുഖദുഃഖങ്ങൾ നമ്മുടെ. അവരിനി ആ ഒഴിഞ്ഞ മുറിയിൽ കഴിയും. ഗതിയില്ലാത്തവരെ പോലെ ഇനി അവിടെ തന്നെ നിന്നോളും. അവരുടെ ജീവിതം അവര് നോക്കും, നമ്മുടെ ജീവിതം നമ്മളും. അവർക്കും നമുക്കും ഇടയിൽ ഒരു മതിലുണ്ടാവില്ല. ലക്ഷ്മണ രേഖ പോലെ ഒരു രേഖയും ഉണ്ടാവില്ല. പക്ഷേ ഇനി അവര് നമ്മുടേതല്ലാത്ത മറ്റൊരു കുടുംബമായിട്ട് നിലനിൽക്കും. അഥവാ അയൽവക്കക്കാരെ പോലെ എന്നാണോ? അതെ. ഈ പരിപാടി കൊള്ളാലോ. നമുക്ക് ചീത്തപ്പേരും കാണില്ല, അവരുടെ ശല്യവും ഉണ്ടാവില്ല. അപ്പൊ ഇന്ന് തൊട്ട് ഞങ്ങള് നിങ്ങളുടെ നെയ്ബേഴ്സ് ആണെന്ന് സാരം. അത് തന്നെ. അയൽവക്കത്തെ പ്രശ്നങ്ങളുമായി ഞങ്ങൾ അങ്ങോട്ടും വരില്ല, നിങ്ങളുടെ പ്രശ്നങ്ങളുമായിട്ട് ഇങ്ങോട്ടും വരരുത്. അയൽവക്കക്കാര് നമ്മുടെ ശത്രുക്കളാണെങ്കിൽ നമ്മൾ അവരോട് എങ്ങനെ പെരുമാറുവോ ഇവരോടും അങ്ങനെ തന്നെ പെരുമാറും. അങ്ങനെയല്ലേ? അങ്ങനെ. ഇതെന്ത് തീരുമാനമാണ് അമ്മേ? അന്യരൊരിക്കലും എന്നെ അമ്മയെന്ന് വിളിച്ചു പോകരുത്. അത്രയും പവിത്രമായൊരു പദം ഉപയോഗിക്കണമെങ്കിൽ ഒരു അർഹതയുണ്ടായിരിക്കണം. അത് നഷ്ടപ്പെടുത്തിയവനാണ് നീ. ഇത് കുറച്ച് കൂടിപ്പോയി അമ്മേ. നാണമുള്ള മനുഷ്യരാണെങ്കിൽ ഒരു പ്രാവശ്യം മാത്രം പറഞ്ഞാൽ മതിയാവും. ആ റൂമിൽ പോയി കഥ കടച്ചോളൂ. നിങ്ങളിപ്പോ ചെയ്യുന്നത് എന്താണെന്നോ അമ്മേ? തിന്മയ്ക്ക് കിരീടം വെച്ച് നന്മയെ അപമാനിക്കുന്ന പോലെയുണ്ട്. ശരിയമ്മേ, നിങ്ങൾ കൽപ്പിച്ച ശിക്ഷ എന്റെ ഭർത്താവിന്റെ കൂടെ ഞാനും അനുഭവിച്ചോളാം. നിങ്ങളുടെ കൺമുന്നില് ഞാൻ വനവാസം ചെയ്തോളാം. ആ ഭഗവാൻ ഞങ്ങളോട് എന്തായാലും കരുണ കാണിക്കാതിരിക്കില്ല. വായേട്ടാ. നിൽക്ക്. സ്വന്തം വീടാണെന്ന് കരുതി സ്വാതന്ത്ര്യം കാണിച്ച് അമ്മയെന്നും അച്ഛാന്നും ഇനി മേലാലും ഞങ്ങളെ വിളിച്ചേക്കരുത്. അത് നന്നായിരിക്കില്ല. ചില ബന്ധങ്ങളൊന്നും മുറിച്ചു മാറ്റാൻ കഴിയില്ലമ്മേ. ശരി, നിങ്ങൾ ഞങ്ങളെ എത്ര കാലം അകറ്റി നിർത്തുമെന്ന് എനിക്കും ഒന്നറിയണം. വായിട്ട പോകാം.
അവർ ഈ വീട്ടിൽ കഴിയുന്ന അത്രയും കാലം നമുക്ക് ടോർച്ചർ ആയിരിക്കും. വലിയ എന്തെങ്കിലും ശിക്ഷ കൊടുക്കുമെന്നാ കരുതിയേ. ഇപ്പൊ നമ്മൾ അവരോട് അകന്നു നിൽക്കുന്നതാ മറ്റെന്തിനേക്കാളും ഏറ്റവും വലിയ ശിക്ഷ. അവരുടെ കാര്യത്തിൽ തീരുമാനം എടുത്തു, ഓക്കെ. ഇനി നിഹാരികയുടെ അവസ്ഥ എന്താ? എത്ര ദിവസം അവളെ ഇവിടെ നിർത്തും? എല്ലാത്തിനും ഒരുമിച്ചൊരു പരിഹാരം ഉണ്ടാവില്ല മോളെ, ചിലതിന് സമയമെടുക്കും. നിഹാരികയുടെ പ്രശ്നത്തിന് കാലമായിട്ടൊരു പരിഹാരം നമുക്ക് കാണിച്ചു തരും. എന്തെങ്കിലും ഒരു അത്ഭുതം ഇവിടെ സംഭവിച്ചിരിക്കും. അവിടെ നിൽക്കാൻ നിന്നില്ലെങ്കിൽ നിന്നെ കൊന്നുകളയും ഞാൻ. ജസ്റ്റ് മിസ്സായി പോയി. എവിടെയാണോ അവൻ? അവൻ ആരാണെന്നറിയില്ല. നമ്മുടെ നാട്ടുകാരനാണോ അതോ പുറത്തുനിന്ന് വന്നാണോന്ന് അറിയില്ല. ഷെട്ടി ഗ്യാങ്ങിൽപ്പെട്ട ആളാണോ വേറെ ഏതെങ്കിലും ഗ്രൂപ്പിൽ നിന്ന് വന്നാണോന്നും അറിയില്ല. പക്ഷേ അവന്റെ പേരിൽ ഒരുപാട് കേസുകളുണ്ട്. ഇതുവരെ അവന്റെ മുഖം പോലും നമ്മൾ കണ്ടിട്ടില്ല. ശരിക്കും അവന്റെ രൂപം എന്താണ്? നമ്മുടെ കണ്ണിപ്പെടാണ്ട് കുറെ കാലമായിട്ട് കറങ്ങും അവൻ. ഇത്തവണ അവൻ രക്ഷപ്പെടില്ല. ഹേയ് പോലീസ്, ഞാൻ വേറെ നാട്ടുകാരനൊന്നും അല്ല. ജനിച്ചതും കൊച്ചിയിലാ, വളർന്നതും കൊച്ചിയിൽ തന്നെയാ. ഈ ചിട്ടുവിനെ പൂട്ടുന്നത് അത്ര ഈസി അല്ല.
അങ്ങനെ പൂട്ടണമെന്ന് കരുതിയാലും എന്നെ കിട്ടില്ല. പെടണമെന്ന് എനിക്ക് തോന്നുമ്പോ മാത്രമേ എന്നെ നിന്റെ കയ്യിൽ കിട്ടൂ. അതുവരെ സാറേ മുഷ്ടിയിൽ പിടിച്ച മണൽത്തരികൾ പോലെ ഞാനിങ്ങനെ പൊയ്ക്കൊണ്ടേയിരിക്കും. ഞാൻ എന്താ അമ്മ കൊച്ചുകുട്ടി വല്ലതും ആണോ? അമ്മ എന്തിനാ എനിക്ക് ഭക്ഷണം വാരി തരുന്നേ? അമ്മമാരുടെ കണ്ണില് കുട്ടികളെ ഇഷ്ടമാണോ? ശരി, കഴിച്ചോളാം. അമ്മയുടെ അതേ ജാതകമുള്ള പെൺകുട്ടിയെ തന്നെ മരുമകളായിട്ട് കൊണ്ടുവരുമെന്ന് ഞാൻ അമ്മയ്ക്ക് വാക്ക് കൊടുത്തിട്ടുണ്ട്. ആ വാക്ക് ഞാൻ എന്തായാലും പാലിച്ചിരിക്കും. ഞാൻ നിന്റെ അമ്മയുമല്ല, നീ ഇനി എന്റെ മകനുമല്ല. മറ്റുള്ളവരുടെ ദൃഷ്ടിയിൽ മകനാവും, എന്നാൽ എന്റെ ദൃഷ്ടിയിൽ നീ എന്റെ മകനല്ല. അവരും നമ്മളും തമ്മിൽ ഇനി ഒരു ബന്ധവുമില്ല. അവർക്ക് അവരുടെ വഴി, നമുക്ക് നമ്മുടെ വഴി. ഇനി അവര് നമ്മുടേതല്ലാത്ത മറ്റൊരു കുടുംബമായി നിലനിൽക്കും. അന്യരെന്നെ ഒരിക്കലും അമ്മയെ സ്നേഹിച്ച അമ്മേനെ വളർത്തിയത്. അമ്മയ്ക്ക് എന്നെ ഒരുപാട് വിശ്വാസമാണെന്നൊക്കെ എല്ലാവരോടും അമ്മ പറയുമായിരുന്നു അവനി. എന്നിട്ട് അമ്മയ്ക്ക് കൊടുത്ത വാക്ക് തെറ്റിച്ചതിന് എന്റെ അമ്മ എന്നെ എഴുതി തള്ളിയില്ലേ? എന്നെ സ്വന്തം ജീവനായി കണ്ട എന്റെ അമ്മ എന്നെ ഒരു അന്യനാക്കി മാറ്റിയില്ല അവനി. എന്തൊക്കെ പ്രശ്നങ്ങൾ വന്നാലും എന്റെ അമ്മ എന്നെ ഒഴിവാക്കില്ലെന്നാ ഞാൻ കരുതിയത്. പുറത്താക്കുമെന്നൊന്നും വിചാരിച്ചില്ല. മക്കള് കരയുമ്പോ അമ്മമാർക്ക് സന്തോഷം തോന്നുന്ന ഒരു നിമിഷം ഉണ്ടെങ്കിൽ അത് ആ കുഞ്ഞ് ജനിക്കുമ്പോ മാത്രമാണ്. അങ്ങനെയുള്ള എന്റെ അമ്മയെ ഞാൻ ഇന്ന് കരയിപ്പിച്ചില്ലേ? അമ്മയ്ക്ക് എന്നോടുണ്ടായിരുന്ന ആ സ്നേഹം വെറുപ്പാക്കി മാറ്റിയില്ലേ ഞാൻ? ഇതൊക്കെ എന്റെ തെറ്റ് തന്നെയാ. എല്ലാം ഞാൻ ചെയ്ത തെറ്റ് തന്നെയാ. ഇപ്പോഴുള്ള ഈ പ്രശ്നങ്ങളും വഴക്കുകളും ഒക്കെ വേണോടോ? നമ്മള് ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിക്കൊടുത്താലെങ്കിലും അമ്മയ്ക്ക് സന്തോഷമായിരിക്കും അല്ലേ? എല്ലാവരും സന്തോഷമായിട്ടിരിക്കട്ടെ. ഇവിടുന്ന് ഇറങ്ങിപ്പോവാൻ നമുക്ക് എത്ര സമയം വേണം ഏട്ടാ? ആ പടി കിടക്കുന്ന സമയം. അമ്മ നിങ്ങളെ അകറ്റി നിർത്തിയിട്ട് 10 മിനിറ്റ് പോലും ആയിട്ടില്ല. അതുപോലെ നിങ്ങൾക്ക് സഹിക്കുന്നില്ല? പൂർണ്ണമായിട്ട് ഈ വീട് വിട്ടിറങ്ങിയ ആ വിഷമം നിങ്ങൾ സഹിക്കൂ? ദൂരം ഹൃദയത്തിന് വലിയ ഭാരമാണ്. നമ്മൾ ഈ വീട്ടിൽ നിന്ന് തന്നെ എല്ലാം തിരുത്തണം. നമ്മൾ ഈ വീട്ടിൽ നിന്ന് കഴിഞ്ഞാൽ നമുക്കവരെ എന്നും കാണാൻ കഴിയും ഏട്ടാ. അച്ഛനെയും അമ്മയും വിഷമിപ്പിക്കണമെന്ന് എനിക്കും ആഗ്രഹമില്ല. നമ്മൾ ഇവിടെ നിന്നാലേ നിഹാരിക എന്ന ഭൂതത്തെ പറഞ്ഞയക്കാൻ കഴിയുള്ളൂ ഏട്ടാ. അതിനു വേണ്ടിയല്ലേ ഞാൻ ഇത്രയും കാലം സഹിച്ചത്? തുളസി വനം പോലെയുള്ള എന്റെ വീട്ടിൽ നിന്നും വിഷച്ചെടിയായ നിഹാരികയെ പറിച്ചു കളയും വരെ
ഞാൻ എന്റെ പോരാട്ടം അവസാനിപ്പിക്കില്ല. ഏട്ടാ, നിങ്ങൾ ഒട്ടും വിഷമിക്കരുത്. എന്റെ മകൻ എന്നെ വഞ്ചിച്ചു എന്ന് പറഞ്ഞ നാവുകൊണ്ട് തന്നെ എന്റെ മകൻ മിടുക്കനാണെന്ന് ഞാൻ പറയിപ്പിക്കും. നിങ്ങൾക്ക് വേണ്ടി, എന്റെ ഭർത്താവിന്റെ കുടുംബത്തിന് വേണ്ടി ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യൂ ഏട്ടാ. മുൻപ് എനിക്ക് വിഷമങ്ങൾ വരുമ്പോഴൊക്കെ എന്റെ അമ്മയുടെ മടിയിലാണ് ഞാൻ കിടന്നിരുന്നത്. ഇനി ഇപ്പൊ ഞാൻ ആ സ്നേഹമല്ല ഇല്ലാതാക്കിയത്. ഏട്ടാ, ഇങ്ങോട്ട് വാ. വീണ്ടും ആ അമ്മയുടെ മടിയിൽ കിടക്കും വരെ ഈ അമ്മയുടെ മടിയിൽ ഉറങ്ങിക്കോ. വാ. ഞാൻ കെട്ടുന്ന താലി സ്വീകരിക്കാനുള്ള അർഹത ഈ ഇരിക്കുന്ന നിഹാരികയ്ക്കില്ല. എന്താണെന്ന് വെച്ചാ എന്റെ കല്യാണം നേരത്തെ കഴിഞ്ഞതുകൊണ്ടാ ഞാൻ താലി കെട്ടിയത്. ഈ നിൽക്കുന്ന ആവനിയാ. കുറച്ചു മാസങ്ങളായിട്ട് ആ വീട്ടിലെ പൂജകളും വ്രതങ്ങളും നോമ്പുകളും എല്ലാം അവള് സഹിച്ചതാ. നിഹാരികയുടെ കഷ്ടപ്പാടിന് ഒരു ഫലം കിട്ടിയെന്ന് വിചാരിച്ച സമയത്താ എല്ലാം കൈവിട്ടു പോയില്ലേ. എടാ, നീ എങ്ങോട്ടാടാ ഈ പോകുന്നേ? ദുബായിലേക്ക്. ഞാൻ ആഗ്രഹിച്ചതൊന്നും നടന്നില്ല. അങ്ങനെയുള്ളപ്പോ ഇവിടെ നിന്ന് സങ്കടപ്പെടുന്നതിനേക്കാൾ ദുബായിലേക്ക് തിരിച്ചു പോകുന്നതല്ലേ നല്ലത്. ഇവിടെ നിന്നാ ഞാൻ അവണിയെ ഓർത്തുകൊണ്ടേയിരിക്കും. അതുകൊണ്ടാ ഈ തീരുമാനം എടുത്തത്. എത്ര നല്ല തീരുമാനം എടുത്തേന്നറിയോ? ഒന്ന് വേഗം പോടാ. അയ്യോ, എനിക്ക് എന്റെ സന്തോഷം അടക്കാൻ പറ്റുന്നില്ലല്ലോ. നിങ്ങൾ ഹാപ്പി ആയില്ലേ ചേച്ചി? അതെന്താടാ നീ അങ്ങനെ പറഞ്ഞേ? നീ എന്താ ഞങ്ങൾക്ക് അന്യനാണോ? എന്റെ അനിയനല്ലേ? സംഭവിക്കാനുള്ളതൊക്കെ സംഭവിച്ചു. പക്ഷെ നിന്നോട് ഞങ്ങൾക്ക് ദേഷ്യം തോന്നുവോടാ? അതെ വികാസ്, ഇത്രയും ദിവസം നീ എങ്ങനെയെങ്കിലും പോണമെന്നായിരുന്നു ഞങ്ങളുടെ ആഗ്രഹം. ഇപ്പൊ നീ പോവാണെന്ന് പറഞ്ഞപ്പോ എന്തോ ഒരു വിഷമം. എടാ, നിന്നെ ഇതുവരെ ഞാൻ അനിയനായിട്ട് കണ്ടിട്ടില്ല. നീ എന്റെ മകനായിരുന്നു. ശരി, നിനക്ക് വൈകുന്നുണ്ടാവുമല്ലോ, പോവാൻ നോക്ക്. ബായ് ചേച്ചി, ഞാൻ ഇവിടുന്ന് പോയ കാര്യം നിഹാരികയോട് പറയണം. ശരിയടാ മോനെ. നിനക്ക് ഫ്ലൈറ്റിന് സമയാവുന്നില്ലേ? മോൻ ചെല്ലാൻ നോക്ക്. ബൈ. ശ്രദ്ധിക്കണേടാ. കല്യാണം മുടങ്ങിയാലും കുഴപ്പമില്ല. ഈ സാഡിസ്റ്റ് ആയവന്റെ ശല്യം ഒഴിഞ്ഞു കിട്ടിയല്ലോ. ഈ സന്തോഷത്തില് ഡാൻസ് കളിക്കാൻ എനിക്ക് തോന്നുന്നത്. ഇനി എന്തിനാ മടിക്കുന്നേ? കളിക്കാൻ ചേട്ടാ. എന്താണ് ഡാൻസ് ഒക്കെ ഉണ്ടല്ലോ? ഡാൻസ് അല്ലടാ മോനെ, എക്സസൈസ്. എക്സസൈസ് ചെയ്യുമായിരുന്നു, ശരീരത്തിന് നല്ലതല്ലേ. അതല്ലളിയ, നീ ഇപ്പൊ എന്തിനാ തിരിച്ചു വന്നത്? പുറത്തിറങ്ങിയപ്പോഴാ ഒരു കാര്യം ആലോചിച്ച്. അതെന്താ? അവണിയെ കെട്ടി അങ്ങോട്ട് കൊണ്ടുവരുമെന്ന് ദുബായിലെ ഫ്രണ്ട്സിന് ഞാൻ വാക്ക് കൊടുത്തതാ. അവരെന്നെ റിസീവ് ചെയ്യാൻ വേണ്ടി എയർപോർട്ടിലേക്ക് വരും.
അവണി എവിടെയെന്ന് ചോദിക്കും. അവിടെ തല കുനിച്ച് നിൽക്കേണ്ടി വരും. അതെനിക്ക് എത്ര വലിയ നാണക്കേടാ. അതുകൊണ്ട് ഏതെങ്കിലും ഒരുത്തിയെ കെട്ടിയിട്ട് പോയിക്കോളാം. അപ്പോഴേ എനിക്ക് തലയുയർത്താൻ പറ്റൂ. അത്രയും കാലം ഇവിടെ ഉണ്ടാകും. പിന്നെ നിങ്ങൾ രണ്ടുപേരും ഞാൻ പോകുന്നതിൻ്റെ വിഷമത്തില. നിങ്ങൾ വിഷമിക്കുന്നത് എനിക്കൊട്ടും സഹിക്കാൻ കഴിയില്ല. അതുകൊണ്ട് ഞാൻ ഇവിടെ തന്നെ കാണും. നിങ്ങളുടെ എക്സസൈസ് നടക്കട്ടെ. വന്ന സന്തോഷം ഒറ്റയടിക്ക് അങ്ങ് പോയില്ലേ? നിന്റെ അനിയൻ സാഡിസ്റ്റ് അടി. നമ്മളിൽ ഒരാൾ തീരുന്നവരെ അവൻ നമ്മളെ വിടില്ല.